ധനിക കുടുംബത്തിൽ പിറന്ന് പ്രഭുവായി ജീവിക്കേണ്ടിയിരുന്ന അസീസിയിലെ ഫ്രാൻസിസ് എപ്പോഴോ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അതാണ് ഏറ്റവും വലിയ ധനമെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അയാൾ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അയാൾ നടന്നു നീങ്ങിയത് റോമിലേക്കാണ്, പാപ്പയുടെ ആശീർവാദത്തിനായി. പാപ്പയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ പാപ്പ ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? ഒരൊറ്റ അനുവാദമേ അയാൾ ചോദിച്ചുള്ളൂ, ഈ സുവിശേഷമനുസരിച്ച് ജീവിക്കുവാൻ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു തരണം. പ്രിയമുള്ളവരെ, പിന്നീട് അയാൾ ജീവിച്ചത് ആ സുവിശേഷത്തിൻ്റെ വാക്കുകളും ജീവിതവുമായിരുന്നു. സുവിശേഷത്തിൻ്റെ മറ്റൊരു പകർപ്പായി തൻ്റെ ജീവിതം മാറ്റി ക്രിസ്തുവിനെ ജീവിതത്തിൽ അവസാനം വരെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ദാരിദ്ര്യത്തെ അയാൾ മണവാട്ടിയായി സ്വീകരിച്ചു. ദാരിദ്ര്യത്തെ പുണർന്ന അയാൾ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അതുകൊണ്ട് ലോകം പിന്നീട് അയാളെ വിളിച്ചു രണ്ടാം ക്രിസ്തു. ഒരു രണ്ടാം ക്രിസ്തുവിലേക്ക് നമ്മുടെ ദൂരം എത്രയാണ്?